മാഷേ, കോവിഡ് കാലത്തെ PPE കിറ്റിൻ്റെ ഞെട്ടിപ്പിക്കുന്നൊരു കൊള്ളയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. CAG റിപ്പോർട്ടാണ് നിയമസഭയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതിലാണ് ഈ വലിയ രീതിയിലുള്ളൊരു തട്ടിപ്പ് ഈ PPE കിറ്റിൻ്റെ പേരിൽ നടത്തിയിട്ടുണ്ട് സർക്കാർ എന്ന് പറയുന്നത്. അതായത് ഈ മാർച്ച് 28-ന് 550 രൂപയ്ക്ക് വാങ്ങിയ PPE കിറ്റ്, 15,000-ഓളം PPE കിറ്റ് മാർച്ച് 30 ആകുമ്പോൾ 1,550 രൂപയ്ക്കാണ് സർക്കാർ വാങ്ങിയത്. 2 ദിവസം കഴിയുമ്പോൾ കൂടുതൽ വിലയ്ക്ക്. ഇതിൽ വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. 10 കോടിയോളം രൂപയുടെ നഷ്ടം സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുണ്ടെന്നൊക്കെയാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കോവിഡ് കാലത്ത് വലിയ രീതിയിലുള്ളൊരു PR വർക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ ആരോഗ്യ മേഖലയുടെ ഒരു ഭയങ്കര സംഭവമാണ് ആരോഗ്യ മേഖല എന്നൊക്കെ പറഞ്ഞിട്ട് അത് ശരിക്കും തകർന്നടിയല്ലേ ചെയ്യുന്നത്? ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വളർച്ചയും പ്രശസ്തിയുമൊക്കെ എത്ര കാര്യക്ഷമമായി അത് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ പേരിലും അതോടൊപ്പം തന്നെ എത്ര അഴിമതിരഹിതമായി കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, പ്രത്യേകിച്ച് ജനാധിപത്യ സംവിധാനത്തിൽ. കാരണം അഴിമതിക്കുള്ള സാധ്യത ഓരോ പ്രവർത്തനത്തിലുമുണ്ട് എന്നുള്ളതാണ്. ഈ നമ്മളുടെ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്ന സമയത്ത് ആരോഗ്യവകുപ്പിന് എപ്പോഴും വലിയ തരത്തിലുള്ള കൊള്ള നടത്താനുള്ള സൗകര്യമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സർക്കാർ ആശുപത്രിയിലേക്ക് മരുന്ന് വാങ്ങുന്ന കമ്പനികളുമായി ഉണ്ടാക്കുന്ന കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കൊള്ള നടക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ കൊള്ള നടക്കുന്നത്. അത് എല്ലാ സർക്കാരും തുടരുന്നൊരു പ്രക്രിയയാണ്. കാരണം ഈ കൊള്ള മുഴുവൻ നടത്തുന്നത് കൊള്ളക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്. ആ ഉദ്യോഗസ്ഥരെ സർക്കാരിൻ്റെ മുമ്പിൽ എപ്പോഴും നല്ല പിള്ളകളാണ്. കാരണം ഇവരിങ്ങനെ കൊള്ള നടത്തി അതിൻ്റെ ഒരു വിഹിതം കൊണ്ടായിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പാർട്ടിക്കും ഒക്കെ കൊടുക്കുന്ന രീതിയാണ് സാധാരണ ഇത് തുടർന്നു വരുന്നത്. ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ മരുന്ന് നിർമ്മാണശാലകൾ ആരംഭിക്കലാണ്. നമ്മുടെ സർക്കാർ ആശുപത്രിക്ക് ആവശ്യമായിട്ട് മുഴുവൻ മരുന്നുകൾ നിർമ്മിക്കുന്നതിന് നമുക്ക് പല ജില്ലകളിലായിട്ട് മരുന്ന് നിർമ്മാണശാലകൾ ആരംഭിക്കാം. കേരളത്തിൽ ഒരു മരുന്ന് നിർമ്മാണശാല ഉണ്ട്, അറിയാലോ. അത് ആലപ്പുഴയിലാണ്. അതൊന്നും ചൊവ്വിന് നടക്കുന്ന നിർമ്മാണശാലകളല്ല, വെറുതെ പേരിന് നിർമ്മിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മരുന്ന് നിർമ്മാണശാല ആരംഭിച്ച സമയത്ത് അതിൻ്റെ മെഷീൻ ജർമ്മനിയിൽ നിന്ന് ഫ്രീ ആയിട്ട് അവർ കൊടുത്താണ്. അവരത് കൊടുക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവഴി ഉണ്ടാക്കുന്നതായിട്ടുള്ള മരുന്നിൻ്റെ ഉൽപ്പാദനം ചിലപ്പോൾ വളരെ കൂടുതലാണ്. ഒരു 10 രൂപയ്ക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന മരുന്നായിട്ട് അത് മാറിത്തീരുന്നു. അതേ സമയത്ത് ഈ മൾട്ടിനാഷണൽ കമ്പനികൾ എന്ത് ചെയ്യുന്നു, അത് 25 പൈസക്ക് ഉണ്ടാക്കിയിട്ട് 10 രൂപയ്ക്ക് വിൽക്കും. അപ്പോൾ അവർക്ക് മാർക്കറ്റിൽ വലിയ തരത്തിൽ അവരുടെ ഉൽപ്പന്നം ന്യായവിലക്ക് വിൽക്കുന്നതാണെന്ന് സ്ഥാപിക്കാനായിട്ട് സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് അവിടെ. അതല്ല വേണ്ടത്. പകരം കേരള സർക്കാർ തന്നെ സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തിൽ നമുക്ക് വേണ്ട അത്യാവശ്യ മരുന്നുകൾ, ജീവൻ രക്ഷാ മരുന്നുകൾ എന്ന് പറയുന്നത് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള കമ്പനികൾ എല്ലാ ജില്ലകളിലും തുടങ്ങുന്നത് നല്ലതായിരിക്കും. ചെറിയ കമ്പനികളും വലിയ കമ്പനിയൊന്നും ആവശ്യമില്ല. ആ കമ്പനികളിൽ നിന്നും കിട്ടുന്ന മരുന്നാണ് നമ്മുടെ സർക്കാർ ആശുപത്രികൾ വിതരണം ചെയ്യുന്നത്. സർക്കാർ ആശുപത്രിയിൽ ഒരു കാലത്തും മരുന്ന് ക്ഷാമം ഉണ്ടാവില്ല. ചില പ്രത്യേക മരുന്നുകൾ മാത്രം വാങ്ങിയാൽ മതി. ബാക്കിയുള്ള മരുന്ന് എന്ന് പറഞ്ഞാൽ ജനറിക് ആയിട്ട് നിർമ്മിച്ചു വരുന്ന മരുന്നുകളാണ്. അതിന് പാറ്റൻറ്റിൻ്റെ പ്രശ്നങ്ങൾ വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ പാറ്റൻറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ വളരെ കുറച്ച് പൈസക്ക് വാങ്ങിക്കാനായിട്ട് കഴിയും. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഇതെല്ലാം ചെയ്താൽ എന്ത് സംഭവിക്കും? അഴിമതി നിന്നു പോകും. കോടിക്കണക്കിന് രൂപയുടെ വരവെന്ന് പറയുന്നത് ആരും അറിയാതെ പെട്ടിയിലെത്തുന്നത് നിലച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു സർക്കാരും അങ്ങനെയുള്ള ഒരു സമീപനം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ കോവിഡ് കാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഒരു തരത്തിലുള്ള ഓഡിറ്റ് പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നില്ല. കാരണം അത്യാഹിതം വഴിമുട്ടി വന്ന് നമ്മളുടെ മുന്നിൽ നിൽക്കുകയാണ്. മരണം നമ്മളെ തിന്നാനായിട്ട് വാവളർന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് ജനങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ജോലിയാണ് സർക്കാരിൻ്റെ. അപ്പോൾ സർക്കാർ PPE കിറ്റ് വാങ്ങുന്നതിന് ഒരു ഏകദേശ വില നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതാണ്ട് 550 രൂപയാണ്. അപ്പോൾ 550 രൂപയ്ക്ക് താഴെയോ തൊട്ട് മുകളിലൊക്കെ ആയിട്ടുള്ള വിലയിൽ ഇത് വാങ്ങാൻ പാടുള്ളൂ. പക്ഷേ കോവിഡിൻ്റെ പ്രത്യേക പരിഗണനയിൽ ആ നിയന്ത്രണം എടുത്തു കളയാനായിട്ട് സർക്കാർ പറയുകയും ആ സൗകര്യം ഉപയോഗിച്ച് ഉദ്യോഗസ്ഥ ലോബി, കൊള്ളക്കാരുടെ ആ ഉദ്യോഗസ്ഥ ലോബി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 550 രൂപയ്ക്ക് വാങ്ങേണ്ടതായിട്ടുള്ള PPE കിറ്റ് 1500 1600 രൂപക്കൊക്കെ വാങ്ങിച്ചു. അപ്പോൾ നമുക്കറിയാം ഒരു കിറ്റ് വാങ്ങിക്കുന്ന സമയത്തിന് 1000 രൂപയാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ പോക്കറ്റിലേക്ക് എത്തുന്നത്. അതിൽ കുറച്ച് കാശ് അവർ തീർച്ചയായിട്ടും സർക്കാരിനും അതേപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും അതിൻ്റെ ശിങ്കടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ബാക്കി അവരടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അടിച്ച് 10 കോടിയിലധികം രൂപ സർക്കാരിന് നഷ്ടപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ
10 കോടി രൂപ അഴിമതി പണമായിട്ട് മാറ്റം ചെയ്യപ്പെട്ടു എന്നാണ് അർത്ഥം. ഇത് വളരെ ഗുരുതരമായ കാര്യമാണ്. ഇപ്പോൾ കോവിഡ് കാലത്ത് ഒരു മഹാമാരി ഉണ്ടാകുന്ന സമയത്ത് പോലും കൊള്ളയ്ക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക, അല്ലെങ്കിൽ ചിന്ത അതിലേക്ക് പോകാന്ന് പറയുന്നത് എന്തും മാത്രം അല്ല, ആധുനിക ഭരണകൂടങ്ങളുടെ രീതിയാണ്. മഹാമാരികളുണ്ടായ മനുഷ്യർ മരണത്തിൻ്റെ തീരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെപ്പോലും കൊള്ള നടത്തി പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഉപാധിയാക്കി മാറ്റുക എന്ന് പറയുന്നു. കുറേ കാലങ്ങൾക്ക് മുമ്പ് ശവപ്പെട്ടി വാങ്ങിച്ച വലിയ ഒരു സംഭവം നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ കണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ശവം വിറ്റും അഴിമതി നടത്താനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ്. രോഗം വിറ്റ്, അതുപോലെ മാരകമായിട്ടുള്ള മാരികളെ വിറ്റ് പണം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടുള്ള ആളുകളാണ്. ഭരണകൂടത്തിൻ്റെ പൊതു സ്വഭാവം അതായി മാറുകയും രാഷ്ട്രീയ നേതൃത്വം ആ എച്ചിലുകൾ തിന്നാൻ പറ്റുന്നവരായി മാറിത്തീരുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തമാണത്. അതാണ് പ്രശ്നം. അത് ഇത്തരത്തിലുള്ള ഓഡിറ്റ് വഴിയൊക്കെയാണ് പുറത്തു വരുന്നത്. പ്രതിപക്ഷം ആ ആരോപണമൊക്കെ ഉന്നയിച്ചു, അതിന് അവരവരുടെ പണിക്ക് പോയി. അവർ ഈ പ്രശ്നത്തിൻ്റെ പിന്നിൽ നിന്നില്ല. എപ്പോഴും അവരുടെ ജോലിയാണ്. ഒരു ആരോപണം കിട്ടും, അതങ്ങനെ അവതരിപ്പിക്കും. ഒരു തെളിവ് അവരുടെ കയ്യിലുണ്ടാവില്ല. ആ ആരോപണം കഴിഞ്ഞ് അവരവരുടെ വഴിക്ക് പോകും. അതിനപ്പുറമായിട്ട് ഈ ഗവൺമെൻറ്റിനെ ആ ആരോപണത്തിൽ കെട്ടിയിട്ട് അത് തെളിയിക്കുന്ന തരത്തിലേക്കുള്ള നിശ്ചയദാർഢ്യത്തിലുള്ള പ്രവർത്തനം ഒരു കാരണവശാലും ഒരു സമയത്തും ഈ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടതായിട്ട് ഇതുവരെ നമ്മുടെ അറിവിലില്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നോക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ഒരുപാട് വിഷയങ്ങൾ പ്രതിപക്ഷം, ഇപ്പം രമേശ് ചെന്നിത്തലേൻ്റെ ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ബ്രൂവറിയുടെയൊക്കെ കേസ് അന്ന് തന്നെ കൊണ്ടുവന്നതാണ് രമേശ് ചെന്നിത്തല. പക്ഷെ അതൊക്കെ അവിടെ ഇട്ടേച്ചും പോയി. ഇപ്പോൾ വീണ്ടും ആ വിഷയം ഉയർന്നു വന്നിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഈ മഹാമാരിൻ്റെ ഒരു കാലത്ത് ഇവർക്ക് പ്രതിഷേധിക്കാനോ അതിനുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പല വിഷയങ്ങളും മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ശരിയാണ്, മഹാമാരികൾ വരുമ്പോൾ നമ്മളിങ്ങനെ ഇത്തരം കാര്യങ്ങൾക്ക് എതിരെ പക്ഷേ അങ്ങനെ എതിരെ നിൽക്കാൻ പാടില്ല എന്ന് പറയുമെങ്കിൽ പോലും അത് ജാഗ്രത പുലർത്തേണ്ടതൊരു ആവശ്യമല്ലേ ശരിക്കും. കാരണം കൊള്ളയടിക്കാനായിട്ട് പ്രത്യേകിച്ച് മരണത്തെ അല്ലെങ്കിൽ മാരക രോഗത്തെ വിറ്റ് അഴിമതി നടത്തുക എന്ന് പറയുന്നതിനെ എന്തിനാണ് അംഗീകരിക്കുന്നത്? എന്തിനാണ് അതിന് പിന്നാലെ പോകുന്നത്? ശരിക്കും പറഞ്ഞിട്ട് ഒരു കാരണവശാലും അങ്ങനെ നടത്തുന്നതായിട്ടുള്ള ഒരു അഴിമതിയെ അംഗീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിശക്തമായിട്ട് എതിർക്കേണ്ടത് തന്നെയാണ്. അന്ന് എതിർത്താലും ജനങ്ങളത് മനസ്സിലാക്കും. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം നടത്തിയ കച്ചവടം പിന്നെ തുടരാൻ പോകില്ലായിരുന്നു. അതവർ ചെയ്യേണ്ട ജോലിയായിരുന്നു. അതവരന്ന് ചെയ്തില്ല എന്നുള്ളതാണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം അഴിമതി ആരോപണം ഉന്നയിക്കുകയും അതിനവരുടെ കയ്യിൽ ഒരു തെളിവില്ലാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ജാഗ്രത കുറവാണ്. അതുകൊണ്ടാണ് ഇവർക്ക് കൂടുതൽ കട്ടുകനായിട്ടുള്ള അവസരം ഉണ്ടാകും. അല്ലെങ്കിൽ ഇവരുടെ കൊള്ള എന്ന് പറയുന്നത് ഇടവഴിയിൽ വെച്ചവർ നിർത്തിപ്പോകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എപ്പോഴും അങ്ങനെയാണ്. ഭരണത്തെ പിടിച്ചു കെട്ടാൻ, ചോദ്യം ചെയ്യാനായിട്ട് ശക്തമായിട്ടുള്ള പ്രതിപക്ഷവും പൊതുസമൂഹവും ഉണ്ടെങ്കിൽ മാത്രമാണ് ഭരണകൂടം അവർക്ക് ഒരു എന്താണ് നമുക്ക് ഒരു ഉളുപ്പ് തോന്നുകയുള്ളൂ. തങ്ങൾ നടത്തുന്ന ഇതൊരു ഉളുപ്പുമില്ലാതെ അവരെന്ത് ചെയ്യാണ്? കാശടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. PP കിറ്റ് വാങ്ങിച്ച് ഇങ്ങനെ കൊള്ള നടത്തുക ആരെങ്കിലും കരുതുക? അതിനുള്ള ഉളുപ്പില്ലായ്മ ഉമ്മാർക്കുണ്ടെന്ന് ആരെങ്കിലും വിചാരിക്കില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷെ ഇവർ അതും ചെയ്യും, അതിൻ്റെ അപ്പുറത്തും ചെയ്യും എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴത്തെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സ്റ്റേജിൽ. എന്നിട്ട് ഇതിനേക്ക് ന്യായീകരിക്കാനായിട്ട് കുറേ അന്നത്തെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ പറഞ്ഞത് അതിന് PP കിറ്റിന് വലിയ രീതിയിലുള്ള അഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ കിട്ടുന്നിടത്തൊക്കെ കൊടുക്കാൻ പറ്റുന്ന പൈസ കൊടുത്തിട്ട് വാങ്ങുക എന്നുള്ളൊരു നിലപാടാണ് നമ്മൾ സ്വീകരിച്ചത്. അല്ല, അത് അങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ടാകും, ഇല്ലെന്ന് നമ്മൾ പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PP കിറ്റുകൾക്ക് വേണ്ടിയിട്ട് ലോകം മുഴുവനും അന്വേഷിച്ച് നടക്കുന്ന സമയമാണ്. കാരണം കോവിഡ് എത്ര മാരകമായ രീതിയിൽ വരികയാണ്. പക്ഷേ അതിന് 500 രൂപക്ക് വാങ്ങേണ്ട സാധനം 1500 രൂപക്ക് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാര്യമില്ല ആ കാര്യത്തിൽ. അങ്ങനെ നിലപാടെടുക്കാൻ കഴിയണം, അല്ലെങ്കിൽ അത് അഴിമതിയായി തീരും. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാരെ കെട്ടഴിച്ചു വിട്ടാൽ അവരെന്താ ചെയ്യാൻ പോണത്? വലിയ തരത്തിലുള്ള അഴിമതി നടത്തി അഴിമതിയുടെ ഉത്സവമാക്കിയിട്ട് ഭരണത്തെ മാറ്റി തീർക്കും എന്നുള്ളതാണ്. അതെല്ലാം ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മളെന്തിനാണ് ഈ ജനപ്രതിനിധികൾ എന്ന നിലയ്ക്ക് മന്ത്രിയെ, ആരോഗ്യമന്ത്രിയെ, മുഖ്യമന്ത്രിയൊക്കെ തിരഞ്ഞെടുക്കുന്നത്? ഇവർ ഈ കാര്യത്തിൽ ഇടപെടും എന്ന് കരുതുന്നു. ഉദ്യോഗസ്ഥന്മാരുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് കട്ടുതിന്നൽ മാത്രമാണ്. അതിന് സഹായകരമായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വം കൂടി ഉണ്ടെങ്കിൽ കുശാലായി ഇവരുടെ കാര്യം എന്നുള്ളതാണ്. ഇത് ആ ഗവൺമെൻറ് നിയന്ത്രണമില്ലായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള അഴിമതിക്കുള്ള സാധ്യത ഉണ്ടാവില്ലായിരുന്നു. എന്നൊരു കരുതലിൻ്റെ കാവലാളായി സ്വയം അവതരിപ്പിച്ചുകൊണ്ടാണ് അന്ന് സർക്കാർ വലിയ രീതിയിൽ മേനി നടന്നത്. ആളുകൾക്കിടയിൽ വലിയ കാര്യമായിട്ട് അല്ല, അന്നത് എന്താണ് കരുതലായിട്ട് ശരിക്കും പൊളിഞ്ഞു വീഴുകയല്ലേ? അല്ല, അന്നത് കാരണം ആളുകൾ മരിച്ചു വീഴുന്ന സമയത്ത് കരുതലായിട്ട് അവർക്കൊപ്പം നിൽക്കുന്ന കരുത്തുള്ള ഒരു സർക്കാർ എന്ന നിലക്ക് തന്നെയാണ് സർക്കാരിനെ കണക്കാക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഈ ഓണത്തിനിടയ്ക്ക് പൂട്ടുകച്ചവടം എന്ന നിലക്ക് ഉള്ള പരിപാടി ശരിയാണ്. ആളുകളെ
കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ആളുകൾ അംഗീകരിച്ച കാര്യമായിരുന്നു കരുതലിനെ. പക്ഷെ ആ കരുതലിനിടയിൽ ഇങ്ങനെ കൈകടത്തി പണമെടുത്ത് നമ്മളെ കൊള്ളയടിക്കുന്ന ഒരു രീതി അതിനെ ന്യായീകരിക്കുന്നത് നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.